ഇന്നെനിക്ക് പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നി. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ മാരിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, ജിജി മാരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കണ്ടു കാണായിരിക്കും. അവരെന്തോ ഒരു പ്രാർത്ഥനാ സഹായം ഗ്രൂപ്പൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വീഡിയോസിൽ കണ്ടതാണ് കേട്ടോ. സോ അവർ തമ്മിൽ, ആ ദമ്പതിമാർ തമ്മിൽ വഴക്കായി അത്ര. എന്ത് പറയാനാണല്ലേ? എന്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് വഴക്കിടുന്നത്? എൻ്റെ ഒരു അവലോകനമാണ് കേട്ടോ. ആളുകൾ തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് വഴക്കിടുന്നതിൻ്റെ കാരണം സോഷ്യൽ ഐക്യൂയുടെ ഡിസ്പാരിറ്റിയാണ്. പല സ്ഥലത്തും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരേ ഒരു പാറ്റേണിൽ പോകുന്നവർ ആണെങ്കിൽ, അതായത് രണ്ടു പേർക്കും സോഷ്യൽ ഐക്യൂ കുറവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അതേസമയം ഒരാൾക്ക് കൂടുതലും മറ്റേ ആളത് അംഗീകരിക്കാനും തയ്യാറല്ലെങ്കിൽ ഉറപ്പായിട്ടും ശണ്ഠയുണ്ടാകും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം കൊണ്ട് എക്സാമ്പിൾസ് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ലൈഫിൽ. ഒറ്റപ്പെടുത്തുന്നുണ്ട് ആൾക്കാർ. പിന്നെ എന്തിനാ അവരത് പറയുന്നത് ഇത് പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. നമ്മൾ ഒന്നും നമ്മൾ തെറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നമ്മൾ ചിന്തിക്കാത്തടത്തോളം കാലം നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ വായിക്കുന്ന ബുക്കാണ്. ഞാൻ പറയാം കേട്ടോ, കഥ ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ പറയാവേ ഇതിനെപ്പറ്റി. ഇത് കണ്ടോ, ബുക്കിൻ്റെ പേര് വായിച്ചോ? ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ഇതാണ് നമ്മൾ ആദ്യം സ്വായത്തമാക്കേണ്ടത്. ജീവിത വിജയത്തിൽ നമുക്ക് വേണ്ടത് കറേജ് ടു ബി ഡിസ്ലൈക്ഡ് ആണ്. അതായത് മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്തും എന്ന് കരുതി ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്താതെ ഇരിക്കേണ്ടത് എന്ന് വിചാരിച്ച് ജീവിച്ചാൽ നമുക്ക് സമാധാനമോ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമോ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം കേട്ടോ. ഞാൻ ഈ സോഷ്യൽ ഐക്യൂടെ കാര്യം പറയാനാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, നമ്മൾ ചില ബസ്സുകളൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബസ് അങ്ങ് പോയി കഴിഞ്ഞാൽ വേറൊരു ബസ് വരില്ല ആ റൂട്ടിൽ. അപ്പം നമുക്ക് ആ ബസ് മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബസ്സിൻ്റെ സമയത്തിന് മുമ്പേ നമ്മളവിടെ പോയി നിൽക്കണം. ബസ് 11:45 അവിടെ എത്തുന്നതെങ്കിൽ നമ്മൾ അവിടെ 11:40 മുതൽ വെയിറ്റ് ചെയ്യണം. കാരണം ആവശ്യക്കാർ നമ്മളാണ് അല്ലേ? അങ്ങനെ ആ ആവശ്യം അനുസരിച്ചല്ലേ നമ്മളവിടെ പോയി നിൽക്കേണ്ടത്. നമ്മളുടെ വീട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ നമ്മൾ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താണെന്ന് പറയുക, അതാണ് നോർമലായിട്ടുള്ള ആളുകൾ ചെയ്യുക. കൂൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പോയാൽ പോട്ടെ, അടുത്തതിൽ നമുക്ക് പിടിക്കാന്നേ എന്ന് വിചാരിക്കുമ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെ പിടിക്കാൻ അടുത്ത ബസ് ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി പോവുകയോ അങ്ങനെയൊക്കെ സമയത്തിന് എത്താൻ പറ്റാതെ ആവുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഏതെങ്കിലും ട്രെയിൻ പിടിക്കാനുള്ളെങ്കിൽ ആ ട്രെയിനും പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം അന്നത്തെ ദിവസം കുളമാകും. ചില സമയങ്ങളിൽ ചില ബസ്സുകൾ മിസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുമെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കേട്ടോ. വന്നു കഴിയുമ്പോൾ നമ്മളത് ഗ്രാബ് ചെയ്യണം. എത്ര ചെറിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ ഗ്രാബ് ചെയ്യണം. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എത്ര പൈസ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, എൻ്റെ കയ്യിലുള്ളത് ഈ അറിവല്ലേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈമായിട്ട് ട്യൂഷൻ എടുക്കുക, കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, പിന്നെ മോർണിംഗ് ക്ലാസ്സസിന് പഠിപ്പിക്കാൻ പോവുക. MBA കോളേജിലൊക്കെ, പ്രൈവറ്റ് MBA കോളേജസിലൊക്കെ 3 hours ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കിട്ടുമായിരുന്നു അന്നത്തെ ഒരു ഇതിൽ. അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് WLC എന്ന് പറഞ്ഞ കോളേജിൽ. അതെനിക്ക് ഇന്ന് ഓർമ്മപ്പെടുത്തിയത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു പയ്യൻ ചോദിച്ചു, മാം എന്നെ ഓർമ്മയുണ്ടോയെന്ന്. എനിക്ക് ഒരു വിധത്തിലും ഓർമ്മ വരുന്നില്ല. നല്ല വലിയ പുരുഷനായിട്ടുള്ള ആൾക്കാരുടെ മുഖമല്ലല്ലോ അന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ 10-20 വയസ്സുള്ള യൂത്തിൻ്റെ മുഖം. അപ്പോൾ ഒരു വിധത്തിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് ആരാണെന്ന്. ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഇങ്ങനത്തെ DM മെസ്സേജസൊക്കെ ആൺകുട്ടികളുടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പറയുക. കാരണം എന്തിനാ വെറുതെ, നമ്മൾ അറിയില്ലല്ലോ ഇത് സോഷ്യൽ മീഡിയ അല്ലേ. അപ്പോൾ ആ കുട്ടി അത് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ എനിക്കതൊരു അപ്പോഴാണ് ഞാൻ ഓർത്തത്, പക്ഷേ ഞാനിത് വിഗൻ ആൻഡ് ലീ കോളേജ്, അതാണ് അതിൻ്റെ പേര്. അതൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ ഭാരതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡോക്ടറേറ്റ് എടുത്ത ഒരു കുട്ടിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഹെഡൊക്കെ. അപ്പോൾ അവരെന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഈ ലോ പഠിപ്പിക്കാനായിട്ട്. ഞാൻ ആണ്
പേപ്പർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ. 1 വർഷത്തേക്കുള്ളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് പോവുമായിരുന്നു. സോ മെനി തിങ്സ്. എത്രയൊക്കെ സമയം പണമാക്കി മാറ്റാൻ പറ്റുമോ അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് വിചാരിച്ചത് ഈ സമയത്തിനെ പറ്റിയാണ്. അപ്പോൾ ആ സമയത്തിനെ പണമാക്കുകയും ആ നോളജ് നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയ നല്ല ഒരു എന്താ പറയുക ഔട്ട്പുട്ടാണ് കിട്ടുക. അതേസമയം പുതച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണെങ്കിലോ ആ സമയം പോവുകയുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് എനിക്ക് കാറിന് പെട്രോൾ ഒഴിക്കാനുള്ള കാശ് കിട്ടുമായിരുന്നല്ലോ ആ സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രാവശ്യം അമ്മച്ചി അവിടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് മദ്രാസിൽ വന്നിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, പപ്പ എല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് 2012-13 അമ്മച്ചി ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ കുറച്ച് നാൾ അവിടെ നിന്നു, കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായിട്ട് തിരിച്ചു പോകുമ്പോൾ അന്ന് മാവേലിക്കരയ്ക്ക് കയറ്റി വിടണമായിരുന്നു, ട്രെയിൻ കയറ്റി വിടണമായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നമ്മൾ തിരുവാൻമിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് സെൻട്രലിലേക്ക് കുറച്ച് ദൂരമുണ്ട്, ചെന്നൈ സെൻട്രലിലേക്ക്. അങ്ങനെ പോകണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് നേരത്തെ ഇറങ്ങിയാലാണ് നമുക്ക് സമാധാനമായിട്ടൊക്കെ അവിടെ പോയിരിക്കുക. അപ്പം ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല, മോൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളുടെ ട്യൂഷൻ മാഷൊക്കെ വരും. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. അമ്മച്ചിയും അരവിന്ദും കൂടെ പോകാനായിട്ട് അരവിന്ദ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു എളുപ്പം പോയിക്കോ, കുറച്ച് മുമ്പേ പോയിക്കോ. അമ്മച്ചിയാണെങ്കിൽ എളുപ്പം റെഡിയായി നല്ല ടിപ്പ് ടോപ്പായിട്ട് സമയത്തിന് മുമ്പേ റെഡി ആയിട്ടിരിക്കുന്ന ആളാട്ടോ. എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ മച്ച് ഏർലിയറായിട്ട് റെഡി ആയി കളയും. നമുക്കിപ്പോൾ ഒരു 6 മണിക്ക് അമ്പലത്തിലൊക്കെ പോകാനുള്ളതാണ്. അമ്മച്ചി 4:30 മണി മുതൽ ഒരു പരപരപ്പാണ്, റെഡിയാവുന്ന പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം അരവിന്ദ് എങ്ങനെയാണെന്നറിയോ, അരവിന്ദിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പോകേണ്ട സമയത്തിന് കുറച്ച് മുമ്പ് കറക്റ്റായിട്ട് റെഡിയായി കറക്റ്റായിട്ട് അവിടെ എത്തുന്ന പോലെ പോകും. പക്ഷേ ഈ ഇടയ്ക്ക് വരുന്ന ട്രാഫിക് ബ്ലോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അരവിന്ദ് ശ്രദ്ധിക്കാറില്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള പെട്ടെന്ന് ഈ 15-20 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് അത്രയും ട്രാഫിക്കുള്ള റൂട്ടാണ്. മറീന ബീച്ച് വഴിയൊക്കെ ഇഷ്ടംപോലെ VIP മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും പോലീസുകാർ കൈ കാണിച്ച് അവിടെ നിർത്തി നമ്മൾ അവിടെ കിടക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയമൊക്കെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ VIP-മാർ മധുരയ്ക്ക് പോകുന്നവരും അന്നൊന്നും അങ്ങനെ അധികം ഫ്ലൈറ്റ്സ് ഒന്നും ആരും യൂസ് ചെയ്യുന്ന സമയമല്ല ഉണ്ട്. അപ്പോൾ ചിലപ്പം ഫ്ലൈറ്റിൻ്റെ ടൈമിങ്സിന് ഇല്ലാത്തതുകൊണ്ട് അവർ ചിലപ്പം ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോണ സമയമാണെങ്കിൽ നമ്മൾ അവിടെ നിന്നിരിക്കും. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ VIPs കയറി കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടേക്ക് കയറാനും കൂടെ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പോയിക്കൂടാ, നേരത്തെ പോയിക്കൂടാ എന്ന് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് ചൂടായിട്ടാ, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. ചൂടായിട്ട് പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കെന്താ, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മച്ചിയും പറഞ്ഞു നമുക്ക് നേരത്തെ അങ്ങ് പോയേക്കാം, അമ്മച്ചി കയറാനൊക്കെ ഇച്ചിരി പണിയല്ലേ, കാലൊക്കെ പൊക്കി വെച്ച് കയറണ്ടേ, പ്രായമായവരല്ലേ. അപ്പോൾ അത്രയ്ക്ക് പ്രായമില്ല എന്ന്, എന്നാലും ഒരു 70 വയസ്സിൻ്റെ അടുത്തുണ്ടാവും. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാവോ, ഇവിടെ നിന്ന് ഇറങ്ങി പിടിച്ച് അവിടെ ചെന്നപ്പോഴേക്കും വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ ചെന്നപ്പോഴേക്കും പ്ലാറ്റ്ഫോമിലേക്ക് ഓടുമായിരുന്നെന്ന് ഒരു പോർട്ടറും അമ്മച്ചിയും ആരും എല്ലാം കൂടെ ഓടുമ്പോഴേക്കും ചെന്ന് അമ്മച്ചീനെ ആദ്യം കയറ്റിയ കമ്പാർട്ട്മെൻറ്റിലേക്ക് തള്ളിയൊക്കെ കയറ്റി. പോർട്ടറും അതവിടെ വിളിച്ചു, വണ്ടി നീങ്ങി. ആദ്യം കണ്ട കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതും പിന്നെ മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞ വണ്ടിയാണേ, അതിന് കാട്ട്പടി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പിന്നെ നിർത്തുള്ളൂ 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അമ്മച്ചി അവിടെ ഇരുന്നു. അന്ന് ഫോണൊക്കെ ഉണ്ട്, ദൈവമേ. എന്നിട്ട് തിരിച്ച് അരവിന്ദ് വന്നോട്ടോ, വന്ന് എൻ്റെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ എന്ത് കഷ്ടമാണ് അരവിന്ദ് കാണിച്ചത്. അമ്മച്ചി എന്തിനാ ഇപ്പം ഇന്ന് വിട്ടത്, അതിപ്പോൾ ആ ടിക്കറ്റൊക്കെ ഇങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യണമല്ലോ എന്നൊക്കെ ക്യൂ ഒക്കെ നിന്ന് ബുക്ക് ചെയ്ത് വെച്ചതാ. അപ്പോൾ ടിക്കറ്റ് പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ എന്നിട്ട് വിളിക്കുക കേട്ടോ. പറഞ്ഞ് കഷ്ടിച്ചാൽ രക്ഷപ്പെട്ടെ. ഞാൻ പറഞ്ഞത് നോക്കൂ, ഞാൻ പറഞ്ഞത് കേൾക്കാതിരിക്കാനായിട്ടൊരു ഈഗോ വന്നു അവിടെ. ഇവിടെയാണ് ഞാൻ പറയുന്നത് ഈ സോഷ്യൽ ഐക്യൂൻ്റെ ഇമ്പോർട്ടൻസ്. എൻ്റെ ലൈഫിലുള്ള കാര്യം പറയുന്നതിന് എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ ഐക്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഐക്യൂ കുറച്ച് കുറഞ്ഞു പോയി അല്ലേ. പിന്നീടാണ് അത് ചിന്തിക്കുന്നത്. എന്നിട്ടും ഇതാണ് പാഠം എന്ന് കരുതി പിന്നെ ഒന്ന് പഠിക്കണ്ടേ. പിന്നെയും ഇതുപോലെ കസഖ്സ്ഥാനിലേക്ക് ഡൽഹി വഴിയാണ് പോകേണ്ടത്. അരവിന്ദിന് ജോലി അവിടെയായിരുന്നു, കുറേ നാൾ സൈറ്റിലായിരുന്നു. ഇതേപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്നും പറയുന്നുണ്ട് കുറച്ച് നേരത്തെ നമുക്ക് ഇറങ്ങാം, കുറച്ച് നേരത്തെ ഇറങ്ങാം. ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്നാണ് പിന്നെ ഫ്ലൈറ്റ്, അടുത്ത ദിവസമാണ്. പക്ഷേ അന്ന് നിതിൻ ഗഡ്കരി ഒരു ഇത് നടത്തുന്നുണ്ടായിരുന്നു, റാലിയോ എന്തോ. കംപ്ലീറ്റ് ബ്ലോക്ക് മദ്രാസിലെ ഗിണ്ടിയിൽ നിന്ന് അവിടം വരെ, എയർപോർട്ട് റോഡ് വരെ
ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് അതിന് പറയുക. ആ റോഡ് കംപ്ലീറ്റ് റോഡ് GT റോഡ്. ഈശ്വര, ഇത് എന്ത് ചെയ്യും? ഞാനിരുന്ന് വിയർക്കാണ്. ജോലിയുടെ കാര്യമല്ലേ, നാളെ പോയി അവിടെ അവരിതെല്ലാം ബുക്ക്ഡല്ലേ, കമ്പനി വഴി ബുക്ക്ഡല്ലേ, അതിലിരുന്ന് വേർക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി വേർത്തിട്ട് കാര്യമില്ല, അവിടെ ചെന്നിട്ട് ഡൽഹി ഫ്ലൈറ്റ് എന്തായാലും പോകും, അടുത്ത ഫ്ലൈറ്റിലേക്ക് അവർ പിന്നെ മാറ്റി കൊടുത്തു. എല്ലാ കാര്യമുണ്ടോ ഇത്രയും ടെൻഷൻ്റെ? നേരത്തെ പോയി അവിടെ ഇരുന്നാൽ പോരെ? ഫ്ലൈറ്റ് പോകുന്ന അത്ര നേരം നമ്മളിവിടെ ട്രാഫിക്കിൽ കിടന്നു എന്നുള്ളതാണ് 3 മണിക്കൂർ. ബിക്കോസ് 1.5 മണിക്കൂറോ അങ്ങനെ എന്തോ. നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് ചിന്തിച്ച് നമ്മൾ മാന്യൂവർ ചെയ്ത് പോകുന്നതാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഐക്യു ഒക്കെ. അപ്പോൾ അത് ഒരാൾ ഗൈഡായിട്ട് കൂടെ ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ആ ഒരു പ്രഗ്മാറ്റിക് വേ ഓഫ് തിങ്കിങ് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരണം. എന്നാലും മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. യു വിൽ നോട്ട് മിസ് എനി ബസ്, അത് ഒരു കാര്യം. യു വിൽ നോട്ട് മിസ് എനി എയർപ്ലെയിൻസ്. ഈ പറഞ്ഞ ഞാനും ഒരു പ്രാവശ്യം എയർപ്ലെയിൻ മിസ് ചെയ്തു. പക്ഷേ എൻ്റെ കുഴപ്പമായിരുന്നില്ല. ഞാൻ ഓവറായിട്ട് എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഉറങ്ങിക്കോട്ടെ, സാരമില്ല, നീ പകുതി വരെ വന്നിട്ട് അവൻ നടക്കാൻ പോകും, തിരുവാൻമിയൂരിൽ നിന്ന് കുറച്ച് നേരമൊക്കെ നടക്കാൻ പോകും. പിന്നെ അവൻ തിരുവാൻമിയൂർ കൊണ്ടുവന്ന് വിട്ടോളൂ, എൻ്റെ ഡ്രൈവറോട് അവിടെ നിൽക്കാൻ പറയാമെന്നു. ഇയാൾ വന്നില്ല കറക്റ്റ് സമയത്ത്. ഞങ്ങളവിടെ അരമണിക്കൂർ നിന്നു ഇയാളെ നോക്കിയിട്ട്, ഡ്രൈവറിനെ നോക്കിയിട്ട്. അപ്പോൾ 1/2 മണിക്കൂർ പോയി. ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പെട്ടിയുള്ളതുകൊണ്ട് അവർ കയറ്റിയില്ല എനിക്ക്. അത് ഞാനേത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്, അതും ഇതുപോലെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട്, അമ്മച്ചിയെ ഞാൻ ആസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ബോഡി ചെക്കപ്പിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് അടുത്ത ദിവസം അമ്മച്ചിക്ക് ആസ്റ്ററിൽ ഫുൾ ബോഡി ചെക്കപ്പിന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ടൊക്കെല്ലാം ചെയ്തത്. ആരുടെ കണ്ണ് കിട്ടിയോ എന്തോ. ഞാൻ ആ ഫ്ലൈറ്റിൻ്റെ അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും അവർ ബോർഡിങ് ക്ലോസ് ചെയ്ത്. എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി, ഫ്ലൈറ്റിൻ്റെ കാശ് തിരിച്ച് കിട്ടിയില്ല. ഞാൻ ഒരു കല്യാണവും കൂടണമായിരുന്നു അവിടെ, അരവിന്ദിൻ്റെ അപ്പച്ചിയുടെ മകളുടെ അതും മിസ്സായി, തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഇത്രയും സോഷ്യൽ ഐക്യമുള്ള എനിക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതും മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ ഐക്യമുള്ളവർ ചെയ്യേണ്ടത്? ആരെയും നോക്കരുത്, ഒരു ടാക്സി എടുത്ത് പോകണം നേരത്തെ. മനസ്സിലായോ? അപ്പോൾ സർട്ടൻ തിങ്സ് ഉണ്ടല്ലോ, നമ്മൾ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ ഓർത്തും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് 5 മണിക്ക് വരണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, ഓട്ടോ ഒക്കെ പിടിച്ച് വരണം, പിന്നെ അതും എക്സ്ട്രാ ചിലവാ. അപ്പോൾ പകുതി വരെ ബ്രദർ വന്നിട്ട് പിന്നെ അവന് നടക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് എല്ലാം കൂടെ നമ്മൾ മാനേജ് ചെയ്ത് വന്ന സമയത്ത് അത് പോയി, അത് മിസ്സായി. അങ്ങനെ ഇതേ അപ്പച്ചിയുടെ രണ്ടാമത്തെ മകൾ, ഈ അപ്പച്ചിയുടെ മകളുടെ ഇനി രണ്ടാമത്തെ മോളുടെ കല്യാണം ഇതുപോലെ ഞങ്ങൾ അബുദാബിയിലാണ് കേട്ടോ. അബുദാബിയിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഈ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം മുമ്പ് എന്തായാലും പോവാം, ഇനിയിപ്പം ഭയങ്കര ഹറിബറി ആയിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞു. മോളും ഉണ്ട്, ഞാനും ഉണ്ട്, അരവിന്ദും ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിവിടുന്ന് കാലത്തെ പോയാൽ 3 മണിക്കൂറുള്ളൂ അബുദാബി ടു 3.5 മണിക്കൂർ കൊച്ചിൻ. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് കാർ എടുത്തിട്ട്, അവിടെ അച്ഛൻ്റെ കാറുണ്ടല്ലോ, ബ്രദറിൻ്റെ കാറൊക്കെ ഉണ്ട്, അപ്പോൾ അത് ആരെങ്കിലും അവിടെ എയർപോർട്ടിൽ കൊണ്ടുവരും, നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ നേരെ അങ്ങ് പോകാം, കല്യാണം നമ്മുടെ വീട്ടിലേക്ക് പോകാം, പിന്നെ അടുത്ത ദിവസം കല്യാണത്തിന് പോകുന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടേ. കല്യാണം മറ്റന്നാളാണ് കേട്ടോ. രാവിലെ ഒരു 4:30-5 മണിയൊക്കെ ആയപ്പം മോളെ എഴുന്നേറ്റ് വന്നിട്ടേ, അമ്മ ലുക്ക് അവർ ഫ്ലൈറ്റ് ഈസ് ഗോൺ, നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത്, നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് രാത്രിയല്ലേ, നോക്ക് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത് 4 AM ആയിരുന്നു. 4 AM പോയി ഫ്ലൈറ്റ്. ഞങ്ങളന്ന് വൈകുന്നേരം 4 PM പോകാനിരിക്കുകയാണ്. 4 PM എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതും പോയി. ഈ ചേച്ചിയുടെ തന്നെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിന് ഞാൻ പറഞ്ഞു ഇല്ല, വി കനോട്ട് ഗീവ് അപ്പ് ലൈക്ക് ദിസ്, സംതിങ് ഈസ് ഹാപ്പനിങ് സംവെയർ, ലെറ്റ് us ഗോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം നോക്കി. വേറൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ഫ്ലൈറ്റിനകത്ത് ഞങ്ങൾ 3 പേരും പിന്നെയും റീബുക്ക് ചെയ്ത്. ആ പൈസ പോയിട്ടോ. പക്ഷേ ഇതൊക്കെ നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുന്നതാണേ. ഞാനപ്പോൾ അതെങ്ങനെ എടുക്കാമെന്നറിയോ? അങ്ങനെയുള്ള നഷ്ടങ്ങൾ ചിലപ്പോൾ അനിവാര്യമായിരിക്കാം ചില സമയങ്ങളിൽ നിന്ന് പിടിച്ച് പിന്നെ പോയി ആ കല്യാണം കൂടി. ദൈവമേ, അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ചേച്ചി പറയണേ, എൻ്റെ മോളെ 2 കല്യാണത്തിനും ഇങ്ങനെ ആയോ? ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിട്ടില്ല ചേച്ചി, ഞാൻ വന്നു എന്ന് പറഞ്ഞു. തലേ ദിവസത്തെ പരിപാടിക്ക് അവിടെ ചെന്നു ഞാനൊന്ന്.
പിറ്റേ ദിവസത്തെ ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അരവിന്ദ് ഇങ്ങോട്ട് വന്നു. മോള് പഠിക്കാനും പോയി. മോൾക്ക് ജോലിയായിരുന്നു അന്ന്. അല്ല, മോള് ഡൽഹി പഠിക്കുക എന്തോ അങ്ങനെ പോയി. പക്ഷെ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ മൂന്നാമതൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവർക്ക്, പാർട്ടിയില്ലേ പയ്യൻ്റെ വീട്ടിൽ, അതും കൂടിയിട്ട് വന്നു. സംടൈംസ് എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ നമ്മളെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ മനസ്സ്, അവരുടെ നമ്മൾ കാണാതെ പോകരുതല്ലേ. നമ്മളെ വിളിക്കുമ്പോൾ നമ്മളത് എങ്ങനെയെങ്കിലും അത് നടത്തണം. അന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് നടക്കാഞ്ഞിട്ട് അവരെപ്പോഴും പറയുന്നു, അയ്യോ എന്നാലും ആകെ വന്നില്ലല്ലോ ഞാൻ. അങ്ങനെ അവർക്കൊരു വിഷമം വന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കേൾക്കണോ, കൊലീഗ്സിൻ്റെയൊക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ജസ്റ്റ് പുതിയൊരു ജോലിക്ക് ചേർന്നപ്പോൾ അവിടെ ഒരു പയ്യൻ എന്നെ വന്ന് കല്യാണം വിളിച്ചു. ആ പയ്യനും പുതിയതാണ്, ഞാനും. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, ആരെങ്കിലുമൊക്കെ കല്യാണം വിളിച്ചാൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യല്ലേ, നമ്മൾ പോവാതിരിക്കരുതെന്ന് പറഞ്ഞു. ഭഗവാനെ, പൊന്നേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കണ്ടു. പൊന്നേരി എവിടെയോ, പൊന്നേരിയാണോ മാധവരാണോ ഏതോ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന്. അവിടെ ഞാൻ എൻ്റെ കാറ് കൊണ്ട് പോയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് ടാക്സി പിടിച്ച് പോവാം, എന്നിട്ട് തിരിച്ചും ടാക്സിയിൽ വരാം, അവിടെയൊക്കെ ഇനി പാർക്കിംഗ് കിട്ടുമെന്ന് അറിയില്ലോ എന്ന് പറഞ്ഞ് ഇത്രയും ദൂരം പോയി അങ്ങ് മദ്രാസിൻ്റെ അങ്ങേ അറ്റത്ത് എവിടെയോ ആയിരുന്നു ഈ കല്യാണ മണ്ഡപം. പോയി അത് കഴിഞ്ഞ് ഈ പയ്യനും പെണ്ണും ഒന്നും വരുന്നില്ല. 8 മണിയായിട്ടും ഈ റിസപ്ഷൻ്റെ അവിടെ ആ പയ്യൻ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. വളരെ കുഞ്ഞു കല്യാണമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഒരു കവറിൽ ഒരു 1000 രൂപയും ഇട്ട് കൊടുത്ത് ആ പയ്യൻ്റെ പോക്കറ്റിൽ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ സ്ഥലം വിട്ടു കേട്ടോ. അന്ന് ഞങ്ങൾ ചിരിച്ചിട്ട് ഒരു കല്യാണം കൂടാൻ പോയേക്കുന്നു, ഇത്രയും ദൂരത്ത്, ഇത്രയും ചെറുപ്പക്കാരികൾ രാത്രി. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഈ കുട്ടിക്ക് എൻ്റെ കൂടെ വന്ന കൊലീഗിന് വേറെ സ്ഥലത്തേക്കായിരുന്നു, അവിടെ വേറെ ആൾക്കാർ പോകുന്നുണ്ടായി, അവരുടെ കാറിൽ പോയി. എനിക്ക് കാറ് കിട്ടുന്നില്ല. ഞാനവിടെ നിൽക്കുമ്പോൾ ഈ ലോറിക്കാരൊക്കെ ഇല്ലേ, അവരിങ്ങനെ പോകുന്നുണ്ട് ആ റൂട്ടിലേക്കൊക്കെ. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, ഈ രാത്രി 9:30 മണി നേരത്തെ ഈ സ്ത്രീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നുള്ള. അത് അത്ര നന്നായിട്ട് ചിന്തിക്കൂലല്ലോ ഒരു ചെറുപ്പക്കാരി സ്ത്രീ, എന്താണ് ഇങ്ങനെ നടു റൂട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെ. അങ്ങനെയല്ലേ, എത്രയേ ഉള്ളൂ. എല്ലാവരും അവിടെ നിർത്തി ഹോണൊക്കെ അടിക്കാൻ തുടങ്ങി. ദാറ്റ് വാസ് നോട്ട് നൈസ്. ഒരു നല്ല ഫീലിംഗ് ആയിരുന്നില്ല. എൻ്റെ ദൈവമേ, അന്ന് ഊബറില്ല, ഇതൊന്നുമില്ല. ഇങ്ങനത്തെ വട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ഐക്യമുള്ള ഞാൻ. എൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കാരണം സർട്ടൻ തിങ്സ് സോഷ്യൽ ഐക്യമുള്ള ആൾക്കാർക്കും പറ്റിപ്പോകും സുഹൃത്തുക്കളെ. അപ്പം അച്ഛൻ്റെ അടുത്ത് വല്ല കാര്യമുണ്ടോ, ഇതൊന്നും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയുന്നത്, നിനക്ക് എന്തിനാ ഇങ്ങനെ ഇത്ര അത്യാവശ്യം. ഞാനിങ്ങനെ അപ്പം എനിക്ക് മനസ്സിലായി, കുറച്ച് പെർഫെക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മളെ വിളിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെ ക്ഷണിക്കുന്നവരെ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഓവർ ആക്ഷൻ കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഇതിനോട് വായിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് വേണം കൂട്ടുകാരെ. ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്, എ സിംഗിൾ ബുക്ക് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇത് വാങ്ങിച്ചോളൂ. കാരണം ഇത് എൻ്റെ ജീവിതമാണിത്. ഞാൻ ഇങ്ങനത്തെ ഈ ടൈപ്പ് ബുക്സാണ് ഇപ്പോൾ എനിക്ക് വലിയ ഇതിന് 550 റുപ്പീസാട്ടോ. ഇത് ഇച്ചിറോ കിഷിമി ഫുമിറ്റേക്ക് ഹോഗൻ, ജാപ്പനീസ് ആൾക്കാരാന്ന് കണ്ടാന്ന് തോന്നുന്നു. അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഈ ബുക്കിൻ്റെ ഇതും ഈ ടൈറ്റിലും കണ്ടോ, ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ഇത് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു എല്ലാത്തിലും നമുക്ക് ആ കറേജാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് കയറും. ഞാനിത് വായിച്ച് ഇത്രയായിട്ടോ. ഞാൻ പറയാം ഇതിനകത്ത് അവരെന്താ പറയുന്നതെന്ന്. ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ, ഒരു ഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് ചേഞ്ച് ആവണമെങ്കിൽ. നമ്മുടെ ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ, ആ എക്സ്ക്യൂസ് എന്തെങ്കിലും, എനിക്ക് ഞാൻ തന്നെ വേണ്ടേ എഴുന്നേറ്റ് പോയി വെള്ളം കുടിച്ചാലല്ലേ എൻ്റെ തേഴ്സ്റ്റ് മാറുള്ളൂ. അപ്പോൾ ചേഞ്ച് ആവേണ്ടത് ഞാൻ തന്നെയല്ലേ ചേഞ്ച് ആവേണ്ടത്, എൻ്റെ ചുറ്റുമുള്ളവരെ ഞാൻ ചേഞ്ച് ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ചേഞ്ച് ആക്കാൻ പോകുന്നതിൽ നല്ലത് നമ്മളങ്ങ് ചേഞ്ച് ആയാൽ മതി. നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരെ നോക്കി നട്ടലുയർത്തി നമ്മൾ പറയുക. അതൊരു കറേജ് വേണം. നമ്മുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് നല്ല കറേജ് വേണം, നല്ല സ്പൈൻ വേണം നമുക്ക്. എന്നാൽ മാത്രമാണ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഈ ബുക്കിൻ്റെ ഇത് തന്നെ പറയുന്നത്, പേടിക്കരുതെന്നാണ്. ഒരിക്കലും പേടിക്കരുത്. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ അവരെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ, ഞാൻ അയാളുടെ പോലെ. ഒരിക്കലും അല്ല കേട്ടോ. അയാളെ പോലെ ആകുമ്പോൾ നമ്മൾ ഹാപ്പി ആകുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അയാൾ ഹാപ്പി ആണോ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് അറിയണത്? ഒന്നിനും കമ്പാരിസൺ, ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതാണ് ലൈഫിൻ്റെ ഫിലോസഫി. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്, സോഷ്യൽ ഐക്യു നമ്മളെ
എപ്പോഴും സോഷ്യൽ ഐക്യു നമ്മളെപ്പോഴും ഉയർത്തി വെക്കണം, ഒരു സിവിക് സെൻസ് നമ്മൾ ഉയർത്തി വെക്കണം. പിന്നെ എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കോഴ്സ് ഓഫ് തിങ്കിങ് മാറ്റുക. ആരെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ദിസ് കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. കറക്റ്റ് സമയത്താണ് കേട്ടോ എനിക്ക് ഈ ബുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയും മതി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ പോയിരിക്കുകയായിരുന്നു. എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷോർട്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്, പോയി കാണും. അതിൽ ആരാണ് ചേച്ചി അതൊക്കെയെന്ന് സിന്ധു ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ടെസ്സയാണ്. നിങ്ങൾ പട്ടാളം മൂവി കണ്ടിട്ടില്ലേ? അതിൽ ടെസ്സ ജോസഫ്, മമ്മൂട്ടി, പട്ടാഭിരാമൻ എന്നുള്ള ക്യാരക്ടർ, അതിനകത്ത് പട്ടാഭിരാമൻ്റെ വിമല എന്നുള്ള ക്യാരക്ടറായിരുന്നു ടെസ്സ. നിങ്ങൾ പോയി നോക്ക്, കാണാം. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആദ്യമായി ആ പാട്ടില്ലേ, അതിനകത്തൊക്കെ നോക്കുന്ന ടെസ്സ. അവർ ഇവിടെ നമ്മൾ ഗേറ്റ് അവേഴ്സിൽ വന്നപ്പോഴേ ഞങ്ങൾ പരിചയമായതാണ്. 6-7 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്, വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ ബാക്കി 2-3 പേരും ഇവിടെ തന്നെ ഉള്ള കുട്ടികളാണ്, ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പോൾ ഒരു ദിവസം മുഴുവനും കുക്ക് ചെയ്യണ്ടല്ലോ. അവരൊക്കെ കുക്ക് ചെയ്യണം, എനിക്ക് കുക്ക് ചെയ്യേണ്ട. അരവിന്ദേട്ടൻ എവിടെയെങ്കിലും പുറത്തുനിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ കഴിക്കുള്ളൂ. അവർക്ക് പിന്നെ മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ, അപ്പോൾ അവർക്ക് അവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ട് അവരത് കഴിക്കാണ്ട് വന്ന് ഞങ്ങൾ പുറത്തിരുന്ന് ഒരുപാട് നേരം സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം നിങ്ങൾ കാണിക്കും. അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് ഞാൻ അതിലിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ കാണൂ. ദിസ് ഈസ് എ സ്ലൈസ് ഓഫ് മൈ ലൈഫ്. ദിസ് ഈസ് വാട്ട് ഐ ആം. ദിസ് ഈസ് ആഗ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, എന്നെ കാണുന്നവർക്ക് താങ്ക് യു, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.